പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകൾക്കൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറമൊക്കെ മാറുന്നതിനും, അതായത് ചില ആൾക്കാർക്ക് കുഞ്ഞിലേ മുതലേ ചുണ്ടുകൾക്ക് കറുപ്പ് നിറമായിരിക്കും. ചില ആൾക്കാർക്ക് ലിപ്സ്റ്റിക്കൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് മൂലവും ലിപ് ബാം, ചില ലോക്കൽ ലിപ് ബാം ഒക്കെ ഉപയോഗിക്കുന്നത് മൂലവും ഒക്കെ നമുക്ക് ചുണ്ടുകൾക്ക് കറുപ്പ് നിറമൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കറുപ്പ് നിറമൊക്കെ മാറുന്നതിനും നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചുണ്ടിന് നല്ല കളറ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ ആൾക്കാരും പണ്ടൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെയൊന്നും നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊന്നും അങ്ങനെ വളരെ കുറവ് ആൾക്കാരൊക്കെ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒന്നാണ് ലിപ്സ്റ്റിക്. ഇപ്പോൾ എത്ര കറുത്ത ചുണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു 4 ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും കെമിക്കലുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള, എല്ലാ ലിപ്സ്റ്റിക്കിലും കെമിക്കലുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ധാരാളം കെമിക്കലുകളൊക്കെ അടങ്ങിയ ലിപ്സ്റ്റിക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ ചുണ്ടുകളൊക്കെ കറുത്തു പോകാനായിട്ട് കാരണമാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ 4 ടിപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ കറുപ്പ് നിറമൊക്കെ, അതായത് 5 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കറുപ്പ് നിറമൊക്കെ മാറുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് 1 സ്പൂൺ തേനും 1/2 സ്പൂൺ റോസ് വാട്ടറും എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ 10 മിനിറ്റ് നേരം ചുണ്ടുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ചെറുതായിട്ട് മസാജ് ചെയ്തുകൊണ്ടും ഇരിക്കണം. 10 മിനിറ്റ് നേരം വേണം അത് ചെയ്യാനായിട്ട്. 10 മിനിറ്റ് നേരം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒന്നാണ് തേനും റോസ് വാട്ടറും കൂടി. കാരണം ഇത് രണ്ടും കൂടി പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്നാമത്തെ ടിപ്പ് അതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തേൻ മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തേൻ മാത്രം നമ്മുടെ ചുണ്ടുകളിലേക്ക് ഉപയോഗിച്ച്, തേൻ മാത്രമോ അതല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രമോ നമുക്ക് ചുണ്ടുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ഈ തേനും റോസ് വാട്ടറും ആണെങ്കിൽ കൂടിയും നമ്മൾ 10 മിനിറ്റ് നേരം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ച്, അതായത് വലിയ കട്ടിയുള്ള തുണിയും തോർത്തൊന്നും എടുക്കരുത്, കട്ടിയുള്ള തുണി എടുക്കരുത്, കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഒരു തുണി വെച്ച്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തുണി വെച്ച് നമുക്ക് വെള്ളം തുടച്ച് കളയാവുന്നതാണ്. 10 മിനിറ്റ് നേരം നമ്മുടെ ചുണ്ടിൽ അത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം. വെച്ചിരുന്നതിന് ശേഷം വേണം അത് നമ്മൾ തുടച്ച് കളയാൻ. ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഇതൊരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ. അടുത്തതായിട്ടുള്ളത് തേൻ മാത്രം അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന, തേനോ ബട്ടറോ ഇതിൽ രണ്ടിൽ ഏതായാലും നമുക്ക് കിടക്കുന്നതിന് മുൻപേ കുറച്ച് നേരം നമ്മുടെ ചുണ്ടുകളിൽ അപ്ലൈ ചെയ്തിട്ട് അതേപോലെ തന്നെ ഉറങ്ങി രാവിലെ കഴുകിക്കളയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷെ അത് പറ്റത്തില്ല എന്നുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 10-15 മിനിറ്റ് ഒക്കെ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടച്ച് കളയാവുന്നതാണ്, അല്ലെങ്കിൽ കഴുകി കളയാവുന്നതാണ്. തുടച്ച് കളയുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ കുറച്ച് അംശമെങ്കിലും നമ്മുടെ ചുണ്ടുകളിലൊക്കെ കാണും. അത് രാവിലെ വരെ ഇരിക്കുമ്പോഴേക്കും അത് വളരെയധികം നല്ലതാണ് നമ്മുടെ ചുണ്ടുകൾക്ക് നിറം വർദ്ധിക്കുന്നതിനും നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ടാനൊക്കെ മാറുന്നതിനും ഒക്കെ. കാരണം ഏറ്റവും കൂടുതൽ വെയിലൊക്കെ കൊള്ളുന്നത് കൊണ്ടും അതുപോലെ വെയിൽ കൊണ്ട് ടാനായി മാറാറുണ്ട്. അതുപോലെ തന്നെ ചുണ്ടുകളൊക്കെ വരണ്ട് പൊട്ടിയതിന് ശേഷം അത് അങ്ങനെ തന്നെ ഇരുന്ന് അത് ടാനായി മാറാറുണ്ട്. ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ക്രബ് ചെയ്യാറും ഒന്നുമില്ല ചുണ്ടുകൾ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറുത്ത നിറമായി മാറാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ അമിതമായിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ തേനും ബട്ടറും കൂടി ചേർത്ത്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ല, ഒന്നുകിൽ തേൻ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ നമുക്ക് തേക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തേച്ചും ഇതുപോലെ നമുക്ക് ചുണ്ടുകളെ മനോഹരമാക്കി മാറ്റാവുന്നതാണ്. അടുത്തത് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, 1/4 സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ തേനും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം 1/4 സ്പൂൺ കസ്തൂരി മഞ്ഞളിലേക്ക് 1/2 സ്പൂൺ തേൻ ഒഴിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ചുണ്ടുകളിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരമൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് തുടച്ച് കളയാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതായാലും നല്ലതാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1 സ്പൂൺ നാരങ്ങ നീര്, 1 സ്പൂൺ കോഫി പൗഡർ, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ
പഞ്ചസാര. ഈ പഞ്ചസാര ഒരുപാട് പൊടിച്ച പഞ്ചസാര എടുക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഇച്ചിരി തരിയുള്ള പഞ്ചസാര വേണം പക്ഷേ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നതിനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പൊടിയായിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് തരി ഉള്ളതിനേക്കാളും പൊടിയായിരിക്കുന്നതാണ്. നമ്മൾ ചുണ്ടിൽ സ്ക്രബ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് തരിയുള്ള പഞ്ചസാര വേണം എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ ഒരു കുപ്പിയിലൊഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കുള്ള ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഇത് നമ്മുടെ ചുണ്ടുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് കൊണ്ട് ചുണ്ട് നല്ല രീതിയിൽ കഴുകി എടുത്തിരിക്കണം. കാരണം നമ്മൾ പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ലിപ്സ്റ്റിക്കിൻ്റെ അംശങ്ങളും ഒന്നും ചുണ്ടിലിരിക്കാനായിട്ട് പാടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ചുണ്ട് നല്ല രീതിയിൽ കഴുകി തുടച്ചതായിരിക്കണം. ആ ചുണ്ടിലേക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വലുതായിട്ടൊന്ന് ഹാർഡായിട്ട് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തുടച്ച് കളയാവുന്നതാണ്. ചെറിയൊരു ചൂടുവെള്ളത്തിൽ ടവല് മുക്കി തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. കാരണം വെളിച്ചെണ്ണയുടെ അംശമൊക്കെ നമ്മുടെ ചുണ്ടുകളിൽ നിന്നും പോകുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ചുണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ചുണ്ടുകളൊക്കെ മനോഹരമായിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇടുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുമ്പിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലിപ് ബാം, നല്ലൊരു ലിപ് ബാം തന്നെ, ഏതെങ്കിലും ലോക്കൽ ലിപ് ബാം ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടുകൾ കൂടുതൽ കറുപ്പ് നിറമായി പോവുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ലിപ് ബാം ഏതെങ്കിലും കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി അതിന് നമ്മുടെ ചുണ്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കെമിക്കലിൻ്റെ ഇതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ലിപ് ബാം വളരെയധികം സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ചുണ്ട് വളരെ മനോഹരമായിട്ടിരിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. എൻ്റെ അടുക്ക കുറേ പേര് കുറേ പ്രാവശ്യമായിട്ട് കമൻറ്റ് ചെയ്തതാണ് ഈ ചുണ്ടുകളുടെ കെയറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. വളരെയധികം നല്ലൊരു വീഡിയോ ആണ് ഇത്. കാരണം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന കുറച്ച് മാർഗ്ഗങ്ങളാണിത്. 5 ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യക്തമായ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.